മോർണിംഗ് അപ്പൊ ഞാനും വിനും കൂടിയിട്ട് നമ്മുടെ സനോജ് ചേട്ടന്റെ വെഡിങ് റിസപ്ഷന് പോയിട്ടുണ്ടായേ. സ്റ്റേജിലും കയറി അവരെയും കണ്ട് തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ ചേട്ടനെയും അഞ്ചു ചേച്ചിനെയും കണ്ടത്. പിന്നെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശമോളെ വിളിച്ചിട്ട് പറഞ്ഞത് നേരെ കൊല്ലത്ത് ആശ്രാമത്തോട്ട് വരാൻ വേണ്ടിട്ട്. കൊല്ലം ഫെസ്റ്റ് കാണാൻ വേണ്ടിട്ടാ പോയത്. ഫസ്റ്റ് തന്നെ വാട്ടർഫോൾസിലേക്കാണ് കയറിയത്. അടിപൊളിയായിരുന്നു അത്. ഞാനിട്ടിരിക്കുന്ന ഈ ഒരു റെഡ് ഡ്രസ്സ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാട്ടോ. 400 രൂപ താഴെ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ തത്തേനെ എടുത്ത് മേത്ത് വെച്ച പാവം തത്തയാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വിനു ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് മലമ്പാമ്പിനെ രണ്ടെടുത്ത് തോളത്ത് വെച്ചത്. ആശമോളും സുല്ലാനും പിള്ളേരും ഒക്കെ ഓൾറെഡി നേരത്തെ കയറിയതുകൊണ്ട് അവര് പാർക്കിന്റെ ഏതോ സൈഡിലാണ്. ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് എത്തണേ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എല്ലാം പയ്യെ നടന്നു നോക്കിയാ ഈ ഒരു മാല വിനുവിന് മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ അവസാനം പാർക്കിലേക്ക് എത്തിയപ്പോഴാട്ടാ വല്യമ്മച്ചിനെ ആശമോളെ അശ്വതി ചേച്ചിനെ പിള്ളേരെ സുല്ലാട്ടിനെ എല്ലാവരും കണ്ടത്. പിന്നെ എല്ലാവരും പറക്കി കൂട്ടി ഫുഡ് അടിക്കാൻ പോയിട്ടാ ഫുഡ് കോർട്ടിലേക്ക്. നൂഡിൽസ്, കൊത്തുപൊറോട്ട, കപ്പ ബിരിയാണി, പാവ് ബജി ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാം നല്ലോണം അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് മറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഗെയിമിന്റെ സെക്ഷനിലേക്കാട്ടാ പോയത്. എല്ലാവരും അറിഞ്ഞും പുറഞ്ചെറിഞ്ഞെങ്കിലും ആർക്കും ഒന്നും കിട്ടിയില്ല. അവസാനം റിംഗ് എറിഞ്ഞാല് സുല്ലാട്ടിന്റെ വിവലിന്റെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കറങ്ങണ സ്ഥാനത്ത് കയറാൻ പോയേ. തിരിച്ചു പോകുന്നില്ലടാ. ഫോണുകളല്ലടാ. സൈഡിലോട്ട് നോക്കണേ. വഴക്കൂടോ വഴക്കൂടോ. ഒരാവേശത്തിന് പുറത്ത് കയറി കുത്തിരുന്നാണെങ്കിലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ആത്മാവ് വേറെ മേലേക്ക് പോയിട്ടാ. അതിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയാ. അങ്ങനെ കുറച്ച് നൊസ്റ്റു അടിക്കണം മിഠായികളും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നെ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ.